ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധം. ബാങ്ക് പ്രസിഡന്റിന്റെ പേരെഴുതി ആത്മഹത്യ ചെയ്ത ചെമ്പഴന്തി സ്വദേശി ബിജുകുമാറിന്റെ മൃതദേഹവുമായാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ചിട്ടിപിടിച്ച പൈസ നൽകാത്തതിനാലാണ് ബിജുകുമാർ ആത്മഹത്യ ചെയ്തതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആതിര സാരസ്വത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആതിര, ഈ പ്രതിഷേധം അല്പം സങ്കടകരം തന്നെയാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുമാണ്. എന്താണ് ഈ വിഷയത്തിന്റെ പശ്ചാത്തലം? വീണ, ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന് മുന്നിലാണ് മൃതദേഹവുമായി ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ബാങ്ക് പ്രസിഡന്റിന്റെ പേരെഴുതി ആത്മഹത്യ ചെയ്ത ചെമ്പഴന്തി സ്വദേശി ബിജുകുമാറിന്റെ മൃതദേഹവുമായാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിലവിൽ പ്രതിഷേധം നടക്കുന്നത്. ചിട്ടി പിടിച്ച പൈസ നൽകാത്തതിനാലാണ് ബിജുകുമാർ ആത്മഹത്യ ചെയ്തതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ബാങ്ക് പ്രസിഡന്റ് ജയകുമാറിനെതിരെയാണ് ഇപ്പോൾ ആരോപണം. നേരത്തെയും നിരവധി ആരോപണങ്ങൾ ഈ ബാങ്കിനെതിരെ ഉയർന്നിട്ടുണ്ട്. നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് പൈസ ഈ ബാങ്ക് നൽകാനുമുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവരുടെ ബന്ധുക്കൾ ചേരുന്നുണ്ട്. ചേച്ചി, എന്താണ് ഇവിടെ ചിട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു ബാങ്കിൽ. അങ്ങനെ അവന് രണ്ടാമത്തെ ചിട്ടി കൊടുത്തു. ആ പൈസയും പ്രമാണമാണ് അവൻ ഇവിടെ ഈട് വച്ചിരുന്നത്. രണ്ടാമത്തെ ചിട്ടി കൊടുത്തതിന് ശേഷം പൈസയും പ്രമാണവും ഒന്നും അവന് കൊടുത്തിട്ടില്ല. കുറച്ച് സ്വർണം ഇവിടെ പണയത്തിലുണ്ടായിരുന്നു. അതിന് ആ ചിട്ടി വീഴുന്ന പൈസ എടുത്ത് സ്വർണം അവന് കൊടുത്തിട്ട് അവൻ്റെ വേറൊരു ബാങ്കിൽ കൊണ്ടൊന്ന് പണയം വെച്ച് 2.5 ലക്ഷം രൂപ ഇയാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ വീട്ടിൽ ആരുടെയും പറഞ്ഞിട്ടില്ല. ഇളയ മകൾ മാത്രമേ കാര്യങ്ങൾ അറിയാവൂ. അങ്ങനെ ഇവനും അവൻ്റെ മോളുമായിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് പൈസ കൊടുത്തത്. കുറച്ച് ദിവസം കഴിഞ്ഞാണ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ ഡാറ്റ എല്ലാം കഴിഞ്ഞ് വന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഏത് പൈസ എവിടെ നിന്ന് വാങ്ങിച്ചു, ഏത് സ്വർണ്ണം എന്നൊക്കെയാണ് ചോദിച്ചത്. അന്ന് തൊട്ട് അവൻ്റെ വീട്ടിൽ ഇറങ്ങിക്കയറി നടക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം രാവിലെ ചെന്നപ്പോൾ എന്തോന്നോ ഒരുപാടൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അതിൻ്റെ ഇതിലാണ് അവൻ ഇങ്ങനെ ചെയ്തതാണ്. ഞങ്ങൾ അടുത്തല്ല താമസിക്കണം, കുറച്ച് അപ്പുറത്താണെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞ് മോളെ വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാം. നേരത്തെ ഇദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഭീഷണി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പോലീസ് വീട്ടിൽ വന്ന് അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം. പക്ഷെ ഒരു ഫോട്ടോ പോലും എടുത്ത് വച്ചിട്ടില്ല. ഇവരെന്താണ് ഇപ്പോൾ പറയുന്നത്? ബാങ്കിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും അവർക്ക് ഒന്നും അങ്ങോട്ട് 14 ലക്ഷം രൂപ ഇവൻ അങ്ങോട്ട് കൊടുക്കാനുണ്ടെന്നാണ് അവരെ സംസാരം. ഇപ്പോൾ പിന്നീട് അവരെ ബന്ധപ്പെട്ടിട്ടില്ല. ഇല്ല, അതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത്. ഇതുവരെ വന്നില്ല, പൂട്ടിക്കൊട്ടി പോവുകയും ചെയ്തു. സാധാരണ വൈകുന്നേരം 5 മണി സാധാരണ നേരത്തെ വൈകുന്നേരം വരെ കാണും. ഇന്ന് നേരത്തെ അടച്ചിട്ട് പോയി. ഇതാണ് നടന്നത്. പ്രശ്നം മാറ്റാൻ മുന്നോട്ട് പോകാൻ 2 പെൺകുട്ടികളാണ്. വേറെ ഒരു നിവർത്തിയില്ല. ആകെ 2.5 സെന്റ് വസ്തു അവരൊക്കെ ഉള്ളൂ. അവൻ കഷ്ടപ്പെട്ടാണ് ആ കുട്ടികളെ വളർത്തി. 23, 22 വയസ്സായ പെൺകുട്ടികളാണ്. അവർ വിദ്യാർത്ഥികളാണ്. കല്യാണം കഴിക്കാറായി. എന്ത് ചെയ്യണം ഇനി? അതിന് എന്താണെന്ന് വെച്ചാൽ നടപടി എടുത്തേ പറ്റുള്ളൂ. എല്ലാ രേഖകളെല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. വീണ, ഈ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പ്രശ്നം അല്പം ഗുരുതരം തന്നെയാണ്. അതിര, ഈ ബാങ്ക് നേരത്തെ അടച്ചുപോയി എന്നും പറയുന്നുണ്ട്. ഇന്ന് സാധാരണ രീതിയിൽ വൈകിട്ട് 5 മണി വരെയുള്ള ബാങ്ക് ഇന്ന് നേരത്തെ അടച്ചുപോയി എന്നും പറയുന്നു. എന്താ വീണ, ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടികളും എടുത്തില്ല എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ബാങ്ക് അവർ എന്നും വൈകുന്നേരത്താണ് ബാങ്ക് അടയ്ക്കുന്നത്. പക്ഷേ ഇന്ന് നേരത്തെ ബാങ്ക് അടച്ചു എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ഇവിടെ വന്ന ഓരോ വ്യക്തികൾക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ബാങ്ക് അധികൃതർ നൽകാനുള്ളത്. അത്തരത്തിലുള്ളവരാണ് ഇവിടെ കൂടുതലായിട്ടും ചേർന്ന് ഇവരോടൊപ്പം സമരം ചെയ്യുന്നത്. അതായത് ഓരോരുത്തർക്കും 23 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷം രൂപയൊക്കെ തന്നെ ആളുകൾക്ക് കൊടുക്കാനുമുണ്ടെന്ന് ഇവർ ആരോപിക്കുന്നു. ഈ മരിച്ച വ്യക്തി ആത്മഹത്യാക്കുറിപ്പിൽ മരണത്തിന് ഉത്തരവാദി ജയകുമാർ എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ജയകുമാർ ബാങ്ക് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ പേര് എഴുതി വെച്ച ശേഷമാണ് ഇദ്ദേഹം മരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധത്തിനാണ് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ആളുകളൊക്കെ തന്നെ പ്രതിഷേധം തുടരുമെന്നും അറിയിക്കുന്നുണ്ട്. ഇതിനൊരു തീരുമാനമാവാതെ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് മാറില്ല എന്നാണ് ഇവർ പറയുന്നത്. വീണ, ഈ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ്? ഇദ്ദേഹം ഈ ചിട്ടി പിടിച്ച പൈസ നൽകാത്തതിനാലാണ് ബിജുകുമാർ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നാണ് ബിജുകുമാറിന്റെ ബന്ധുക്കളും പറയുന്നത്. അപ്പോൾ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയായിരുന്നു ഇതിനു മുൻപും സ്വീകരിച്ചിരുന്നത്? അതുമായി ബന്ധപ്പെട്ട് ആതിര എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ?
നിരന്തരം ഇദ്ദേഹത്തിനോട് പൈസ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പൈസ നൽകിയിട്ടും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ പണം തന്നിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു അധികൃതർ പ്രതികരിച്ചത്. അത് അദ്ദേഹത്തിന് ആൾ ചേരുന്നുണ്ട്. ചേട്ടനും പൈസ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. ഇത് എത്ര രൂപയാണ് കിട്ടാനുള്ളത്? 23 ലക്ഷം രൂപ. എന്താണ് ഇവരോട് പറഞ്ഞിരുന്നോ? പറഞ്ഞു. ഇന്നലെ എൻ്റെ മോൻ വന്നു. എൻ്റെ മോനെ ഒരാവശ്യത്തിന് വേണ്ടി ഇട്ട പൈസയാണ്, അല്ലാതെ ഇല്ല. അപ്പൊ എന്താണ് ഇവരുടെ മറുപടി? എന്താണ് ഇവർ പറയുന്നത്? എന്താണ് മറുപടി? എന്തോ ഇന്നലെ അവൻ തന്നെ വന്നല്ല. മറുപടി എന്ന് പറഞ്ഞാൽ ഇവർ തരാൻ മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ ഞാൻ പോകാനുള്ള ഞാനാണ്. എത്ര നാളുകൊണ്ട് ഇവിടെ കയറി ഇറങ്ങണം എന്നറിയാം. അവർ തരുന്നില്ല. 3 മാസം നമ്മൾ കയറി ഇറങ്ങിയാണ്. വിളിച്ച ഫോൺ എടുക്കത്തില്ല, ഇവിടെ വരുമ്പോൾ ആള് കാണത്തില്ല. ഇതൊക്കെ തന്നെ അവർ മുങ്ങി നടക്കുക. സെപ്റ്റംബർ ഇൻടേക്കിൽ എനിക്ക് അഡ്മിഷൻ ആയതാണ് പുറത്തോട്ട് പോകാൻ. അതുപോലും ഇപ്പൊ എല്ലാം കഴിഞ്ഞു. ഇത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ കന്നാലെ രാത്രി 1 വേണ്ട കറവക്കാരനാണ് ഞാൻ. 1 മണിക്ക് ഞാൻ കന്നാലേ കറന്നാണ് ഞാൻ ജീവിക്കണവനാണ്. അല്ലാതെ എനിക്ക് വേറെ സർക്കാർ ജോലിയൊന്നുമില്ല. കന്നാലി കറവ മാത്രമേ ഉള്ളൂ. ഇല്ലാക്കാ ഇത്തരത്തിൽ സാധാരണക്കാരായവർക്ക് ലക്ഷങ്ങളോളമുള്ള പൈസയാണ് കൊടുക്കാനുള്ളത്. മക്കളുടെ വിദ്യാഭ്യാസം, സാധാരണ ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ തന്നെ ഈ ഒരു ബാങ്കിന്റെ ക്രമക്കേടിലൂടെ ഇവർക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണാൻ കഴിയുന്നത്. വീണ, ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന് മുന്നിലാണ് ഇപ്പോൾ മൃതദേഹവുമായി പ്രതിഷേധം നടക്കുന്നത്. ബാങ്ക് പ്രസിഡന്റിന്റെ പേരെഴുതി ആത്മഹത്യ ചെയ്ത ചെമ്പഴന്തി സ്വദേശി ബിജുകുമാറിന്റെ മൃതദേഹവുമായിട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ആതിര സരസ്വതി.